മാധ്യമജാലകത്തിന്റെ 325 എപ്പിസോഡാണിത്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം മാധ്യമജാലകത്തിൽ വിഷയമാവാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പുസ്തകമേളയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചുമായിരുന്നു. ഈ എപ്പിസോഡിലും അതുതന്നെയാണ് വിഷയം. എന്നാൽ പുസ്തകമേള അവസാനിക്കുമ്പോൾ അവശേഷിക്കുന്നത് എന്ത് എന്നതാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. KLIBF 2025 തിരശ്ശീല വീഴുകയാണ്. എന്നാൽ ഓരോ വർഷവും ഈ ഉത്സവം മനുഷ്യ മനസ്സുകളിൽ കൊളുത്തിവെക്കുന്ന തീ അണയാതെ കിടക്കുന്നു. മനുഷ്യന്റെ അത്ഭുത സൃഷ്ടി പുസ്തകം. 7 വേദികളിലുമായി നോൺ സ്റ്റോപ്പ് പരിപാടികൾ. കഥയുടെയും കവിതയുടെയും ഒപ്പം നടന്ന് വേദി 2. 250ഓളം പ്രസാധകർ, ലക്ഷക്കണക്കിന് സന്ദർശകർ. പുസ്തകങ്ങൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടുകൾ, മനസ്സും വയറും നിറച്ച് രുചിയിടങ്ങൾ. ജനുവരി 13 കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനമായി. സിനിമാ താരം പ്രകാശ് രാജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള നിയമസഭാ സ്പീക്കർ അധ്യക്ഷനായിരുന്നു. ശ്രീലങ്കൻ സാഹിത്യകാരി VV പത്മസീലി ആയിരുന്നു മുഖ്യാതിഥി. Good evening, everyone. It's an honor to inaugurate this validation session. I have traveled across the world. I have attended, spoken in many literary festivals and book festivals. In fact, Aurobindo made joke of me that I'm adopted son of Kerala. Because this is a season of festivals. I am in KLF, I am in Mathubomu, I was in Wayanad. There's an international theatre festival, I come here. But this I was supposed to come last year. Kerala Legislature International Book Festival. It's very, very unique, and the naughty man in me has a smile on his face. Because we know what legislatures are in this country, what they are famous for in this country. Dethroning governments, fighting, scams, discussion about it. But to see a legislative council, or legislature, members of the legislature and the government, to have a book fair. And as I walked in today, it was so heartening to see young kids sitting in the gallery. ഈ ചടങ്ങിൽ കർണാടകയുടെ സ്പീക്കർ ശ്രീ UT ഖാദർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തവണത്തെ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വേദി ഉണ്ടാക്കുകയും അവിടെ വെച്ച് ഏതാണ്ട് 30ഓളം സെഗ്മെന്റുകളിൽ വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചർച്ച സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ 7 ദിവസങ്ങളിലായി ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ നിയമസഭാ പുസ്തകോത്സവം കാണാനും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനും വന്നു എന്നുള്ളതാണ് ഈ പുസ്തകോത്സവത്തിന്റെ പ്രത്യേകത. കേരള നിയമസഭയെ കുറിച്ച് സ്വാഗതം പറയുമ്പോൾ സൂചിപ്പിച്ചു, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹൈലി സ്റ്റെറൈലായ ഒരു ഏരിയയാണ്. അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ഐഡന്റിറ്റി കാർഡും പാസും എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ 7 ദിവസങ്ങളിൽ ആൾക്ക് കടന്നു വരാൻ എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ലിറ്റററി ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്നത്. പുസ്തകോത്സവം വെറും ഒരു കച്ചവട മേളയായി അവസാനിക്കുകയായിരുന്നില്ല. ചിന്തിക്കാനും ചിന്തിച്ച് തീരുമാനമെടുക്കുവാനുമുള്ള ഒട്ടനേകം വിഷയങ്ങൾ മേളയുടെ വേദികളിൽ അരങ്ങേറിയിരുന്നു. അച്ചടി മാധ്യമങ്ങളുടെ കാലം തീർന്നുവെന്ന് ചിലർ പറയുമ്പോഴും പുസ്തകമേളയിൽ എത്തിയവരുടെ എണ്ണം പരിശോധിച്ചാൽ ആ ചിന്ത ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മാറിവരുന്ന മാധ്യമ പ്രവർത്തനങ്ങളിലും അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഓൺലൈൻ ന്യൂസുകളുടെ ഈ കാലഘട്ടത്തിലും വിശദ വിവരങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് അച്ചടി മാധ്യമങ്ങളെയാണ്. പുസ്തകോത്സവ വേദി 2 അച്ചടി മാധ്യമത്തിന്റെ ആയുസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോസ് പനച്ചിപ്പുറം. വായന മരിക്കുന്നു എന്ന് ഒരു 10-30 വർഷം മുമ്പ് മുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, വായന മരിച്ചിട്ടില്ല. വായന എന്ന് പറയുന്നത് പത്രവായനയല്ല, പൊതുവെയുള്ള വായന മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് തന്നെയല്ല, വായന വർദ്ധിക്കുകയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാ സർവേകളിലും
മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പത്രങ്ങൾ ഒരുപക്ഷെ പുതിയ ജനറേഷൻ പത്രം കൈ കൊണ്ടു നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ പത്രങ്ങളുടെ സർക്കുലേഷൻ ക്രമേണ കുറഞ്ഞു വരുമായിരിക്കും. കുറയുകയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ സർക്കുലേഷൻ കൂടുകയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും പുതിയ സാക്ഷരരായിട്ടുള്ള പുതിയ ആളുകൾ അവർ വായനയിലേക്ക് വരുന്നു, പത്രം വായനയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സർക്കുലേഷൻ കൂടുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അതും ക്രമേണ കുറഞ്ഞു കൂടുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമുക്കറിയാം, മുമ്പ് ഇവിടെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ എല്ലാ മീഡിയയുടെയും ഒരു കൺവേർജൻസ് ആണ് വരുന്നത്. അതായത് സോഷ്യൽ മീഡിയ കണ്ട ഒരു കാര്യം അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി പലപ്പോഴും പത്രങ്ങളെ ആശ്രയിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം നമുക്കൊക്കെ പത്ര ഓഫീസിൽ അറിയാവുന്നതാണ്. ടി വിയിൽ ഇപ്പോൾ ആളുകൾ വിളിച്ചു ചോദിക്കും, ആലപ്പുഴയിൽ നാളെ അവധിയാണെന്ന് ടി വിയിൽ പറഞ്ഞതായിട്ട് കേൾക്കുന്നു, ശരിയാണോ എന്ന് ചോദിക്കും. എന്താ അങ്ങനെ ചോദിക്കുന്നത്? അത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴാണ് അവർക്കത് ബോധ്യമാകുന്നത്. അത് ഓതൻറ്റിക് ആണെന്ന് അവർക്ക് തോന്നുന്നത് അപ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു പരസ്പരം സഹകരിക്കുന്ന സഹായിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഒരു മ്യൂച്വലി ബെനിഫിഷ്യലായ ഒരു മീഡിയ അന്തരീക്ഷം വരും. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ, അതിൻ്റെ ഭാഗമാണ് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്, ടി വി അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാം കൂടെ ഇത് കൺസ്യൂം ചെയ്യുന്ന നമ്മുടെ ഓഡിയൻസിൽ ചില ആളുകൾ ടി വി മാത്രം നോക്കുന്നു, ചില ആളുകൾ ഓൺലൈൻ നോക്കുന്നു, ചില ആളുകൾ സോഷ്യൽ മീഡിയ പറയുന്നത് മാത്രം കേൾക്കുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് അവരെ ചിലപ്പോൾ പ്രിൻ്റ് ഒന്ന് റെഫർ ചെയ്യുന്നു. അപ്പം ഈ പ്രിൻറ്റിനെ എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് പോലെ നോക്കുമ്പോൾ അതിനൊരു റെലവൻസ് ഇല്ലാതാവുന്നില്ല. അതിൻ്റെ വളർച്ചയുടെ ആ ഒരു തോത് കുറയുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഒരു വെരിഫൈഡ് മീഡിയം എന്നുള്ളത് ഇപ്പോഴും പ്രിൻ്റാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇപ്പോഴും നമ്മൾ അതിൻ്റെ അന്ത്യകാലമായി എന്ന് പറയാൻ നമ്മൾ ധൈര്യപ്പെടാത്തത്. നമ്മുടെ ഈ അച്ചടി മാധ്യമങ്ങൾ ഒന്നും ഇല്ല, നാളെ ഇപ്പോൾ ഇല്ലാതായി പോകുന്നതിൻ്റെ പ്രശ്നമേ ഇല്ല. കേരളത്തിൽ തന്നെ അച്ചടി മാധ്യമങ്ങളുടെ സർക്കുലേഷനകത്ത് അത്ര വലിയ ഇടിവൊന്നും ഉണ്ടായിട്ടില്ല. ഈ 1957 EMSൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്തേക്ക് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളുടെയും കൂടി സർക്കുലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 ഉള്ളൂ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷത്തിലധികം ഉണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ താഴേക്ക് പോകുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഈ മാധ്യമങ്ങൾ നിലനിൽക്കും. പക്ഷേ മാധ്യമങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഒരു ജനസൗഹൃദപരമായിട്ട് ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാധ്യമങ്ങളാകണം, ന്യൂസ് പേപ്പറുകളാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് മീഡിയ അക്കാഡമി യഥാർത്ഥത്തിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ചില സംരംഭങ്ങൾ കൂടിയുള്ള ആലോചനകൾ സ്വാഭാവികമായിട്ടും നമ്മൾ നടത്തും. അതിൽ ഈ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യകളെ ഏതൊക്കെ തരത്തിലേക്ക് മീഡിയയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യത്തിനകത്തൊരു ആലോചന നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല AI ടൂൾസ് നിലവിലുള്ള വർക്കിംഗ് ജേർണലിസ്റ്റുകൾക്ക് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ ഈ വർഷം നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്യും. ഇടറാത്ത ശബ്ദങ്ങളും പതറാത്ത ചുവടുകളുമായി പെൺ ശബ്ദങ്ങൾ പുസ്തകോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നു. ഇസത്ത് ചേരുന്നു. സ്ത്രീ ശബ്ദം ഒരു പ്രചോദനമാണ്. അത് ധൈര്യത്തിൻ്റെയും അവകാശത്തിൻ്റെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. ഇത് കേവലം ശബ്ദമല്ല, മാറ്റത്തിൻ്റെയും അവകാശത്തിൻ്റെയും ശബ്ദമാണ്. സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശബ്ദമാണ്. പെൺ ശബ്ദങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് വേദി 1 നടന്ന പാനൽ ഡിസ്കഷൻ വേറിട്ടു നിന്നു. കുടുംബം എന്ന സങ്കല്പത്തിനകത്ത് പിടയുന്ന സ്ത്രീ ജീവിതത്തിന്റെ ദൈന്യതകൾ യാഥാസ്ഥിതികമായി അവതരിപ്പിച്ച ആകാശഭൂമികളുടെ താക്കോൽ എന്ന പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ സ്ത്രീ ജീവിതത്തെക്കുറിച്ച് എഴുത്തുകാരി BM സുഹറ സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, സഭ ബഹുലമായിരുന്നു ഓരോ ദിവസവും. അപ്പൊ ഈ സ്ത്രീകളുടെ കണ്ണീര് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ ഇല്ല. ആ കണ്ണീര് ഇങ്ങനെ രേഖപ്പെടുത്തിയപ്പോഴാണ് കിനാവ് വന്നത്. അപ്പൊ അത് 1980-കളിലാണ് അത് എഴുതിയത്. അതിങ്ങനെ എഴുതി കഴിഞ്ഞപ്പം പിന്നെ നോക്കിയപ്പം കാലം മാറുന്നതിനനുസരിച്ച് മുസ്ലിം ജീവിതത്തിൽ ഒരുപാട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഉണ്ണിയാർച്ച, ഝാൻസി റാണി, ക്യാപ്റ്റൻ ലക്ഷ്മി മുതൽ ഇന്ന് മലാല വരെ എത്തി നിൽക്കുന്ന ചരിത്രത്തിലെയും സമകാലികത്തിലെയും പെൺകരുത്തിന്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും വെളിച്ചത്തിൽ പെൺകരുത്തിന്റെ ശബ്ദങ്ങൾ എന്ന വിഷയത്തിൽ മുൻ ആരോഗ്യമന്ത്രിയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ PK ശ്രീമതി ടീച്ചർ സംസാരിച്ചു. സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം
പത്തനംതിട്ടയിലെ ആ 13 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള ദുർഗതി പലർക്കും ഉണ്ടാവും. അതുകൊണ്ട് പൊരുതുക, പ്രതികരിക്കുക. ശബ്ദമില്ലാത്തവരല്ല സ്ത്രീകൾ, ശബ്ദം എടുക്കണം, ശബ്ദം ശക്തിയായിട്ട് എടുക്കണം. അതിനനുസരിച്ച് പൊരുതുകയും വേണമെന്നുള്ളതാണ് നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം. ശാസ്ത്രരംഗത്തെയും ശാസ്ത്ര ഗവേഷണ രംഗത്തെയും സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലെ പ്രൊഫസറും ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ അനു ഗോപിനാഥ് സംസാരിച്ചു. സമൂഹത്തിലെ 50% സ്ത്രീകളും പുരുഷന്റെ പിൻബലമില്ലാതെ ജീവിച്ച് വിജയിച്ചിരിക്കുന്നവരാണെന്ന് ഷീബ അമീർ അഭിപ്രായപ്പെട്ടു. പ്രമുഖ സാമൂഹിക പ്രവർത്തകയും സോലസ് ഓർഗനൈസേഷൻ സ്ഥാപകയുമാണ് ഷീബ. വേദി ഒന്നിലെ പരിപാടിക്ക് ശേഷം കേരള മീഡിയ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഷീബ മറുപടി നൽകി. ഓക്കെ മാം, നമ്മൾ പെൺകരുത്തിൻ്റെ ശബ്ദങ്ങളാണല്ലോ, പക്ഷെ പലപ്പോഴും പെൺശബ്ദങ്ങൾ ഇടറാറുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത്തരം ഇടർച്ച ഉണ്ടാവാറുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ഒട്ടും ഇടറാതെ കഴിഞ്ഞ 17-18 വർഷമായിട്ട് സുഖമില്ലാത്ത കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ശബ്ദമിടറാതെ കാലിടറാതെ ശക്തമായിട്ട് നിന്നൊരു സ്ത്രീയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇടറിയാൽ കഴിഞ്ഞു കാര്യം. അപ്പോൾ നമ്മൾ ഒരിക്കലും തളരാതെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഒരു സ്ത്രീ ശബ്ദമുയർത്താൻ ശ്രമിക്കുകയും അത് കഴിഞ്ഞ് ആ ശബ്ദം ഇടറുകയും ചെയ്താൽ കഴിഞ്ഞു കാര്യം. അപ്പോൾ ശബ്ദം ഉയർത്തിയാൽ മാത്രം പോരാ, ആ യാത്രയിൽ ഒരിക്കലും ശബ്ദമിടറാതെ നിൽക്കുകയും വേണം. നമ്മൾ സ്ത്രീകളെ ആയിക്കോട്ടെ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ആയിക്കോട്ടെ ചേർത്ത് നിർത്തുക എന്നുള്ളത് അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണോ അതോ ഓരോ മനുഷ്യൻ്റെയും സാമൂഹ്യ ഉത്തരവാദിത്വമാണോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ സോലസ് പോലുള്ള ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സംഘടന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ മുന്നിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മളൊന്ന് കൈകൊടുത്ത് നമ്മൾ ഉയർത്താൻ ശ്രമിക്കുന്നത്, അതിനെ എങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു രണ്ടാം കിടയിലേക്ക് താഴ്ത്തുന്നത്? നമ്മൾ കാരുണ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവേണ്ട ഒരു ഭാവമാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഭാവമാണ് കാരുണ്യം. പക്ഷേ ആ കാരുണ്യം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് മനുഷ്യാവകാശ പ്രവർത്തനമാണ്. അത് ആക്ടിവിസം തന്നെയാണ്. അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന മനുഷ്യരെ നമ്മൾ അല്പമെങ്കിലും നമ്മൾ ജീവിക്കുന്ന അന്തസ്സിലേക്ക് പിടിച്ചുയർത്തുകയാണ്. അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ധാർമ്മികതയാണ്, ഓരോ മനുഷ്യനും ചെയ്തിരിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വളരെ നമ്മളൊരിക്കലും സൗകര്യപൂർവ്വമുള്ളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മളൊരു ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല സോലസ് പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവരുടെ കൂടെ അനുയാത്ര ചെയ്യാണ്, അവരുടെ കൂടെ യാത്ര ചെയ്യാണ്, എല്ലാ പരിക്കുകളും എല്ലാ വേദനകളും ഏറ്റുവാങ്ങിക്കൊണ്ട്. അത് ഡെഫിനറ്റ്ലി ആക്ടിവിസമാണ്, ഉത്തരവാദിത്തമാണ്, നമ്മളുടെ ധാർമ്മികതയാണ്. നമ്മളത് ഓരോ മനുഷ്യനും ചെയ്തിരിക്കേണ്ടതാണ്. വേദി 3 ഇന്ന് കുട്ടികളോടൊപ്പം ചേർന്നത് പ്രശസ്ത നടിയും എഴുത്തുകാരിയുമായ ശൈലജ പി അമ്പുവാണ്. രസകരമായ തമാശകൾ കൊണ്ടും നാടൻ പാട്ട് കൊണ്ടും കുട്ടികൾ പരിപാടി ആസ്വദിച്ചു. പനയോലല്ല, വേറൊരു സാധനമുണ്ട്. കൈതോല പായ വിരിച്ച് പിന്നെ ഈറ ഇങ്ങനെ ആക്കി ഉണ്ടാക്കും. കൈതോല പായ വിരിച്ചറിഞ്ഞൂടെ? കൈതോല കൈതോല അങ്ങോട്ട് പോയാൽ ഇവിടെ നിൽക്കാൻ സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണേ ആ കൈതോലോട്ട്. അപ്പൊ ആ പാട്ടാണ് പാടുന്നത്. എനിക്ക് വേണം പാവയ്ക്ക, എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക. വേദിയിൽ നിന്നും മാധ്യമജാലകം ഇനി കേരള
മീഡിയ അക്കാദമിയിലേക്ക് വരികയാണ്. ജനുവരി 16 കേരള മീഡിയ അക്കാദമിയിൽ പുതിയ 2 കോഴ്സുകൾക്ക് തുടക്കമായി. മൂവി ക്യാമറ പ്രൊഡക്ഷൻ, ഓഡിയോ പ്രൊഡക്ഷൻ എന്നീ കോഴ്സുകളുടെ ഉദ്ഘാടനമാണ് രാവിലെ 10:30 നടന്നത്. ചലച്ചിത്ര സംവിധായകൻ സിബി മലയിലും അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നിരവധി പുരസ്കാരത്തിന് അർഹമായ ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദുമാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കേരള മീഡിയ അക്കാദമിയുടെ പുതിയ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മൂവി ക്യാമറ പ്രൊഡക്ഷൻ. പ്രമുഖ ക്യാമറ നിർമ്മാണ കമ്പനികളുടെ സാങ്കേതിക സഹായത്തോടെ നടത്തപ്പെടുന്ന ഈ കോഴ്സിൽ സിനിമാറ്റോഗ്രാഫി, ലൈറ്റിംഗ്, ഷൂട്ടിംഗ്, വിവിധ തരം ലെൻസുകൾ തുടങ്ങിയവയിൽ സമഗ്രമായ പഠനം ഉറപ്പു നൽകുന്നു. കോഴ്സിന്റെ കാലാവധി 2.5 മാസം. വിദ്യാഭ്യാസ യോഗ്യത +2. പ്രവേശനത്തിന് പ്രായപരിധിയില്ല. ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ, സൗണ്ട് റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ്, RJ ട്രെയിനിംഗ്, പോഡ്കാസ്റ്റ്, ഡബ്ബിംഗ്, മ്യൂസിക് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം. ശബ്ദരംഗത്തെ പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നു. കോഴ്സിന്റെ കാലാവധി 2.5 മാസം. മിനിമം ക്വാളിഫിക്കേഷൻ +2. പ്രവേശനത്തിന് പ്രായപരിധിയില്ല. കേരള മീഡിയ അക്കാദമി സംസ്ഥാന സർക്കാരിന്റെ സ്വയംഭരണ സ്ഥാപനം. സാങ്കേതിക വിദ്യയിൽ അറിവ് നേടുന്നവരാണ് ഇന്ന് സിനിമയിൽ മുന്നേറുന്നതെന്ന് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ സമകാലിക വിവരങ്ങളിൽ അറിവ് നേടുക അതിപ്രധാനമാണ്. സിനിമയുടെ വിവിധ മേഖലകളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം പരിശീലനത്തിന് ഉചിതമായ സ്ഥാപനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മൂവി ക്യാമറ പ്രൊഡക്ഷൻ കോഴ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽ എത്ര കണ്ടാലും നമുക്ക് മതിയാവുകയില്ല എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് MD സാറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഞാൻ കേരളത്തിലെ പല നഗരങ്ങളിലായിട്ട് അനവധി അനുസ്മരണ യോഗങ്ങളിൽ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെയൊക്കെ സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് പറയാതെ പുതുതായി പുതിയ കാര്യങ്ങൾ പറയാൻ തക്ക വിധത്തിൽ അത്രമാത്രം ആഴത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഇനിയും ബാക്കിയുണ്ട്. അദ്ദേഹം ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. അതുവരെ ഞാൻ ചെയ്ത സിനിമകളുടെ തിരക്കഥകളേക്കാൾ മുകളിൽ ആ തിരക്കഥയിൽ നിൽക്കാൻ കാരണം അതൊരു നോൺ ലീനിയർ സ്വഭാവത്തിൽ എഴുതപ്പെട്ട തിരക്കഥയാണ്. 4 കഥാപാത്രങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെ കഥ പറയുകയും അതിനൊരു ലീനിയർ സ്വഭാവം കൈവരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു നറേറ്റീവായിരുന്നു തിരക്കഥയുണ്ടായിരുന്നു. MD സാറെ പോലൊരു മലയാളം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ്റെ, തിരക്കഥാകാരൻ്റെ ഒരു തിരക്കഥയ്ക്ക് ദൃശ്യഭാഷയും കൊടുക്കുമ്പോൾ അത് വലിയ ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെ, ഏറെ ഭയത്തോടെ തന്നെ ഞാൻ ചെയ്ത സിനിമയാണ്. പിന്നീട് ആ സിനിമ എൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച സിനിമയായിട്ട് വിലയിരുത്തപ്പെടുന്നു. MD സാറ് ആ സിനിമ കണ്ട ശേഷം എൻ്റെ തോളിൽ തട്ടി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഒരു ഇടത്തെ കോണിൽ വിരിയുന്ന ഒരു ചെറു പുഞ്ചിരിയിലൂടെ അഭിനന്ദനം എന്നെ അറിയിക്കുമ്പോൾ അവിടെയാണ് ഞാൻ എന്ന ചലച്ചിത്ര സംവിധായകൻ്റെ ഏറ്റവും വലിയ രീതിയിലുള്ളൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. പഠിപ്പിച്ചിട്ട് ശരിയാക്കാനൊന്നും അവിടെ സമയം ഉണ്ടാകത്തില്ല. നിങ്ങൾ പഠിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് അവിടെ സ്പേസ് ഉണ്ട്. നിങ്ങൾ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ സ്വീകരിക്കപ്പെടും. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സാകുന്ന ഓരോ കുട്ടികളും പ്ലേസ്ഡ് ആകുന്നത്. അപ്പോൾ അവർ പാസ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലും സിനിമയുടെ ഭാഗമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ സിനിമയുടെ അതെല്ലാത്ത ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ
പലപ്പോഴും 5-6 കുട്ടികളെന്ന് ഒരു സാർ ഞങ്ങൾ ഈ ഒരു കുട്ടികളാണെന്ന് പറയുമ്പോൾ അവിടുത്തെ ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ട്രെയിനിങ് നല്ലതാണ്, ഇവരെല്ലാം മിടുക്കന്മാരാണ് നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവരെ അത്തരത്തിൽ നിങ്ങൾ പ്രിപ്പയർഡായിട്ട് വേണം നിങ്ങൾ ഇൻഡസ്ട്രിയിൽ കടന്നില്ല. ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെയും ഈ ഒരു ട്രെയിനിങ് നിങ്ങൾ ആ രീതിയിലേക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ചെലവഴിക്കുന്ന ഈ പഠനകാലത്തെ ഏറ്റവും ശ്രദ്ധയോടെ കമ്മിറ്റ്മെൻറ്റോടുകൂടി വന്ന് തമാശ കളിച്ച് പോകുന്ന സ്ഥലമല്ല. നിങ്ങളുടെ കരിയറിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾ സിനിമയിലേക്കാണ് എത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. അതിനുവേണ്ടി ഏത് കഷ്ടപ്പാടും ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അത് മാത്രമാണ് നിങ്ങളുടെ there is no shortcuts. You have to put the full effort. ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിന്റെ ഉദ്ഘാടനം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് നിർവഹിച്ചു. ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് കിട്ടിയ അംഗീകാരം തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്നേരം ഞാൻ ഒരു ചെറിയ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാണ്. അപ്പം അതിൽ ഉപയോഗിച്ച ആ ക്യാമറയിൽ പതിഞ്ഞ കിട്ടിയ സൗണ്ട് വെച്ചിട്ടാണ് ഞാൻ അന്നത് ചെയ്തത്. അന്നത് ചെയ്തപ്പോൾ എനിക്കിത് സൗണ്ടിൻ്റെ നമുക്ക് അതിനെ പറ്റിയുള്ള സാധ്യതകളൊന്നും കറക്റ്റ് അറിയില്ല. അത് ചെയ്തതിന് ശേഷമാണ് ആ സൗണ്ടിൽ ഇങ്ങനെ ഒരു കുറവുണ്ടായിരുന്നു മനസ്സിലാക്കി. പിന്നീട് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ഡിഗ്രി പഠിക്കുമ്പോഴാണ് അടുത്ത ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അപ്പം അതിൽ ഞാൻ ഡബിങ് എന്നുള്ളൊരു സംഭവം ഞാൻ മനസ്സിലാക്കി. ഞാൻ ഡബ് ചെയ്ത് അത് ഞാൻ ചെയ്ത്. പിന്നെ ഞാൻ ചെയ്തത് ട്യൂഷൻ എന്നൊരു വെബ് സീരീസ് ആണ്. ഇതിലും ഞാൻ ചെയ്തത് ഡബിങ് തന്നെയാണ്. അതുകൊണ്ട് ഫാത്തിമ ചെയ്യണം. ഫാത്തിമ ചെയ്യുമ്പോൾ എനിക്ക് ആകെ ഒരു വിഷമം മാത്രമേ ഫാത്തിമയിൽ സിങ്സ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഞാൻ ആ ഫാത്തിമ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ സൗണ്ട് എടുക്കാനായിട്ട് ഒരു 2 ലാബിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് കട്ട് എഡിറ്റ് ചെയ്തത്. ഫസ്റ്റ് കട്ട് എഡിറ്റ് ചെയ്തപ്പോൾ ഒരു ഇമോഷനും കറക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇത് ഞാൻ ഡബ് ചെയ്തിട്ട് ഞാനത് ഇവിടെ പ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ഇതിൻ്റെ ഒരു എന്താ ഇമോഷനും അവർ ആ ഓരോ സീനിൽ പറയേണ്ട ഡയലോഗ്സിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് എന്തോ നമ്മളാ ലൈവിൽ കിട്ടിയ സൗണ്ട് നമുക്ക് ആ ഇമോഷൻ മിസ്സാവുന്നത് ഡബ് ചെയ്തിട്ട്. ഞാനാകെ ടെൻഷൻ എന്തൊക്കെ ചെയ്യാൻ വീണ്ടും ഞാൻ അവരെ വിളിച്ചു. എനിക്ക് ഷൂട്ട് ചെയ്ത സമയമുണ്ട്. ഞാൻ 21 ദിവസം കൊണ്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത്. അത്രയും സമയം തന്നെ ഞാൻ ഡബിങ്ങിന് എടുക്കുന്നില്ല. ഞാൻ അത്രയും സമയമെടുത്ത് ഓരോ ഡയലോഗും അത്രയും ശ്രദ്ധിച്ച് അത്രയും സിങ്കായിട്ട് എനിക്ക് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ആ പടത്തിന് മൊത്തം ഫീൽ പോകും. അത് ഞാൻ ഡബ് ചെയ്ത് തോന്നിക്കഴിഞ്ഞാൽ ആ പടം മൊത്തം പോകും. അപ്പം അത്രയും ഓരോ സമയമെടുത്ത് ആ ഡയലോഗിലും ആ ഒരു ആക്ടിവിറ്റിയിൽ പോലും ഒന്ന് അനങ്ങുന്നത് പോലും അത് ആ ഡബ് ചെയ്ത് മിസ്സായി പോകും. പക്ഷെ അതുപോലെ ഒന്ന് ക്യാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം ഫീൽ പോകും. അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പോൾ ഞാനത് ചെയ്തത്. അപ്പോൾ ഇതിലിപ്പോൾ ഡബിങ് കോഴ്സിൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് പറയാൻ ഓർമ്മ വന്നു. പിന്നെ എൻ്റെ ഫാത്തിമയുടെ സൗണ്ട് ചെയ്തത് എൻ്റെ സുഹൃത്താണ്. അവൻ്റെ ആദ്യത്തെ സിനിമയാണ്, സച്ചിൻ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഒരു പടത്തിന് എത്രത്തോളം ആ സൗണ്ട് ഇപ്പം നമ്മളെ ഫാത്തിമയിൽ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ഒരു കടലിൻ്റെ ഒരു ഉള്ളത് സ്റ്റാർട്ടിങ് ടൈറ്റിൽ തുടങ്ങി അവസാനം വരെ കടലിൻ്റെ ഒരു തിരമാലകളുടെ സൗണ്ട് അങ്ങനെ കടലിൻ്റെ അടുത്താണ്. പക്ഷേ ഈ തിരമാലകളൊക്കെ അവിടെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നുള്ളത്. കാരണം ഫാത്തിമയുടെ ഓരോ ഘട്ടങ്ങളും ഇപ്പം ഫാത്തിമ ഉറക്കം മുട്ടാൻ രാത്രികൾ അല്ലെങ്കിൽ ഏത് നിമിഷങ്ങളിലും ഫാത്തിമ കടലുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഫാത്തിമയുടെ ഓരോ ഇമോഷൻ കടലിൻ്റെ തിരകൾക്ക് ആ തിരകൾക്ക് പോലൊരു ഇമോഷൻ ഉണ്ട്. ഇപ്പോൾ ഫാത്തിമ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ സമയത്ത് കടലാ സമയത്ത് ഭയങ്കര ഇങ്ങനെ ആർത്തിരമ്പുകൾ. അപ്പം അതിൻ്റെ സൗണ്ടൊക്കെ നമ്മൾ ഈ സൗണ്ടിലിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വിഷ്വൽ എടുക്കുന്നതിൻ്റെ അപ്പുറത്ത് ആ സൗണ്ടിൽ നമ്മൾ അതിൽ വർക്ക് ചെയ്തു. പിന്നെ അവസാനത്തെ ഫാത്തിമ എല്ലാ ഇതും തീർത്ത് സമാധാനമായിട്ട് എടുക്കാൻ പോകുന്ന നിമിഷം കടല്, ശാന്തമായിട്ടുള്ള കടല്. അപ്പോൾ ഇതൊക്കെ ആ സൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ആ സൗണ്ടിൻ്റെ ഒരു പരിപാടി അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ ചക്രവാളം കൂടുതൽ വികസനമാവുകയാണെന്ന് അക്കാദമി ചെയർമാൻ RS ബാബു പറഞ്ഞു. പുതിയ കോഴ്സുകളുടെ തുടക്കത്തോടൊപ്പം തന്നെ കേരള മീഡിയ അക്കാദമി ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നു.
ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തുടർ പഠനത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്കാദമിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുമെന്ന ഇവരുടെ വാഗ്ദാനം സ്വാഗതാർഹമാണെന്നും ചെയർമാൻ പറഞ്ഞു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ആശാ മാത്യു. ആശാ മാത്യു വലിയ IT പ്രൊഫഷണലൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകയുമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ എല്ലാ ആഴ്ചയും നമ്മളിലേക്ക് എത്തുന്ന മാധ്യമ പ്രവർത്തകയാണ് ആശ. ഇവിടെ വന്ന് ഇന്ന് നമ്മുടെ ഈ ഫംഗ്ഷനിലേക്ക് പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറെ നമുക്ക് ആഹ്ലാദം പകരുന്ന കാര്യമാണ്. അതിനോടൊപ്പം തന്നെ പ്രതാപമുണ്ട്. പ്രതാപാണ് ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്കയുടെ ഇന്ത്യ കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. IPCNA എന്ന ഓർഗനൈസേഷൻ ഈസ് എ 100% volunteer-led ഓർഗനൈസേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ആർഎസ് ബാബു സർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും we work as our primary profession is something else. പക്ഷേ മീഡിയയോടുള്ള ഞങ്ങൾക്കുള്ള താല്പര്യം to be a part of the media fraternity. അതുകൊണ്ടാണ് often after work ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലീസ് ഉണ്ട്, കുട്ടികളുണ്ട്. So after all of those is when we take the time to do what we love. So again, ഇവിടെ പറഞ്ഞതുപോലെ nothing comes for free. We have to be committed. We need to find time for what we love. And I am 100% certain that once we take the time to do what we love, we enjoy 100%. മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ ടെലിവിഷനും സിനിമയും പുതിയ വിഷ്വൽ നവമാധ്യമങ്ങളൊക്കെ വളരട്ടെ. അതിലൂടെ ഒരു ശോഭനമായ ഭാവി ഉണ്ടാവട്ടെ. അതിന് മീഡിയ അക്കാദമി കൊടുക്കുന്ന ഈ നേതൃത്വത്തിന് കഴിഞ്ഞ 8 വർഷമായി ഇതിനെ നേതൃത്വം നൽകുന്നത് ആദ്യമായിട്ടാണ് തുടർച്ചയായി 8 വർഷം ഈ സ്ഥാനത്ത് ഒരാൾ ഇരിക്കുന്നത്. കഴിഞ്ഞ 2 ടേമായി അദ്ദേഹം ഈ സ്ഥാപനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അക്കാദമിക്ക് സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾക്കൊക്കെ കാരണമായ ബാബു സാറിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഇതിന്റെ പുറകിലുള്ള അക്കാദമിയിൽ അങ്ങനെ അഭിനന്ദിക്കുന്നു. ഇന്ത്യ പ്രസ് ക്ലബ്ബുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒരുപാട് അതിന്റെ പ്രസിഡന്റ് സുനിൽ ക്രൈസ്റ്റാർ, പിന്നെ നെയ്ത്ത് പ്രസിഡന്റ് രാജപടത്തൊക്കെ ഇവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു. അവരെ കുറച്ച് പേര് അമേരിക്കയിലേക്ക് പോയി. കഴിഞ്ഞ ആഴ്ച പ്രസ് ക്ലബിന്റെ അവാർഡ് കഴിഞ്ഞത് കുറെ പേര് പോയി. കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ അവർക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്റ്റേജിൽ വന്നിരിക്കാൻ കഴിഞ്ഞത്. അതെന്റെ ജീവിതത്തിലേക്ക് വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. എല്ലാവരും ആശംസിക്കുന്നു തരുന്നു. താങ്ക് യു. വിഖ്യാത കഥാകാരൻ, ചലച്ചിത്രകാരൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ അനുസ്മരിച്ചായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. സിബി മലയിലിനെയും ഫാസിൽ മുഹമ്മദിനെയും ചടങ്ങിൽ ആദരിച്ചു. കേരള മീഡിയ അക്കാദമി സെക്രട്ടറി അനിൽ ഭാസ്കർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ CL തോമസ്, കോർഡിനേറ്റർ ബിജു MG, വിനീത VJ എന്നിവർ ആശംസയും അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് കുമാർ നന്ദിയും അറിയിച്ചു. മാധ്യമജാലകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.